നമസ്കാരം, ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ബഗ്ദാദിലേക്ക് അമേരിക്ക പൈലറ്റില്ലാ വിമാനങ്ങൾ അയച്ചു. എംബസിയുടെ രക്ഷയ്ക്കെന്ന് അമേരിക്ക. സുരക്ഷാ ഭീഷണിയില്ലെന്ന് ഇറാഖിലെ മലയാളി നഴ്സുമാർ അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യക്കാരെ സഹായിക്കാൻ 3 ക്യാമ്പുകൾ തുറന്നതായും സെയ്ദ് അക്ബറുദ്ദീൻ. ഇറാഖിൽ ഐക്യ സർക്കാരിന് രൂപം നൽകാൻ ഒട്ടും വൈകരുതെന്ന് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ. ഇനി വ്രതവിശുദ്ധിയുടെ നാളുകൾ. പുണ്യ റമളാന് നാളെ തുടക്കം. ഗൾഫ് നാടുകളിലും നാളെ വ്രതാരംഭം. നിക്ഷേപ സാധ്യതകൾ തേടി അബുദാബി ചേംബർ പ്രതിനിധി സംഘം ഉടൻ കേരളം സന്ദർശിക്കും. ഫലപ്രദമായ പദ്ധതികളിൽ നിക്ഷേപം നടത്താൻ ഒട്ടേറെ കമ്പനികൾ സന്നദ്ധമാണെന്ന് പ്രമുഖ വ്യവസായി MA യൂസഫലി. വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പുവരുത്തി വിവിധ രാജ്യങ്ങളിലെ കുട്ടികളെ സഹായിക്കാനുള്ള കാരുണ്യ പദ്ധതിക്ക് ദുബൈ കെയേഴ്സ് തുടക്കമായി. ഗുണഭോക്താക്കളാവുക 1 കോടിയിലേറെ കുട്ടികൾ. വിശദമായ വാർത്തകളിലേക്ക്. വിവിധ നിക്ഷേപ സാധ്യതകൾ തേടി അബുദാബി ചേംബർ പ്രതിനിധി സംഘം ഉടൻ കേരളം സന്ദർശിക്കും. ഫലപ്രദമായ പദ്ധതികളിൽ നിക്ഷേപം നടത്താൻ ഒട്ടേറെ കമ്പനികൾ സന്നദ്ധമാണെന്നും വ്യവസായ പ്രമുഖൻ MA യൂസഫലി അറിയിച്ചു. അബുദാബി ചേംബർ ഡയറക്ടർ ബോർഡിലേക്ക് 3ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ദുബൈയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു യൂസഫലി. വിവിധ നിക്ഷേപ സാധ്യതകൾ തേടി അബുദാബി ചേംബർ പ്രതിനിധി സംഘം ഉടൻ കേരളം സന്ദർശിക്കും. ഫലപ്രദമായ പദ്ധതികളിൽ നിക്ഷേപം നടത്താൻ ഒട്ടേറെ കമ്പനികൾ സന്നദ്ധമാണെന്നും വ്യവസായ പ്രമുഖൻ MA യൂസഫലി അറിയിച്ചു. അബുദാബി ചേംബർ ഡയറക്ടർ ബോർഡിലേക്ക് 3ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട യൂസഫലി ദുബൈയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തുന്ന അബുദാബി ചേംബർ സംഘം ഇന്ത്യയിൽ വൻതുകയുടെ നിക്ഷേപം നടത്തുമെന്ന് യൂസഫലി പറഞ്ഞു. ടൂറിസം, പെട്രോകെമിക്കൽ, സാങ്കേതികം ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് അബുദാബി കൂടുതൽ മുതൽ മുടക്കാൻ ആലോചിക്കുന്നത്. കേരളത്തിന്റെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ എല്ലാവരും തങ്ങളുടെ തെറ്റായ നയസമീപനങ്ങൾ തിരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. മനോഭാവം മാറുകയാണെങ്കിൽ കേരളത്തിൽ ഒട്ടേറെ വികസനം ഇനിയും ഉറപ്പാക്കാൻ കഴിയും. 3ാം തവണയും ചേംബർ ഡയറക്ടർ ബോർഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിൽ യൂസഫലി എല്ലാവർക്കും നന്ദി പ്രകടിപ്പിച്ചു. ചേംബർ ഡയറക്ടർ പദവി ഉപയോഗിച്ച് UAE-ക്കും ഇന്ത്യക്കും വേണ്ടി കൂടുതൽ പ്രവർത്തിക്കും. കേരളത്തിൽ കൂടുതൽ നിക്ഷേപം നടത്തുമെന്നും വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ആരംഭിക്കുന്ന ലുലു സംരംഭങ്ങളിലേക്ക് 2000 മലയാളികൾക്ക് കൂടി ഉടൻ ജോലി ഉറപ്പാക്കുമെന്നും യൂസഫലി കൂട്ടിച്ചേർത്തു. മീഡിയ വൺ, ദുബായ്. വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പുവരുത്തി വിവിധ രാജ്യങ്ങളിലെ കുട്ടികളെ സഹായിക്കാനുള്ള കാരുണ്യ പദ്ധതിക്ക് ദുബൈ കെയേഴ്സ് തുടക്കമിട്ടു. 35 രാജ്യങ്ങളിലെ 1 കോടിയിലേറെ വരുന്ന കുട്ടികളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാവുക. വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പുവരുത്തി വിവിധ രാജ്യങ്ങളിലെ കുട്ടികളെ സഹായിക്കാനുള്ള കാരുണ്യ പദ്ധതിക്കാണ് ദുബായ് കെയേഴ്സ് തുടക്കമിട്ടത്. 35 രാജ്യങ്ങളിലെ 1 കോടിയിലേറെ കുട്ടികൾ റമദാനോടനുബന്ധിച്ച് നടക്കുന്ന പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുക, സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലമാക്കുക, അധ്യാപകർക്ക് മികച്ച പരിശീലനം നൽകുക, ചെറുപ്പത്തിലെ വിദ്യാഭ്യാസത്തിന് സൗകര്യമൊരുക്കുക തുടങ്ങി വിവിധ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടക്കുന്നത്. ഇന്ത്യയുൾപ്പെടെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക തുടങ്ങി നിരവധി രാജ്യങ്ങൾക്ക് സഹായം ലഭ്യമാവും. വികസ്വര രാജ്യങ്ങളിലെ വലിയ വിഭാഗം കുട്ടികൾക്ക് വിവിധ കാരണങ്ങളാൽ വിദ്യാഭ്യാസം നേടാനാവുന്നില്ല. ചെറുപ്രായത്തിൽ തന്നെ പല കുട്ടികളും തൊഴിലെടുക്കാൻ നിർബന്ധിതരാകുന്നു. ദുരിത ജീവിതം നയിക്കുന്ന കുരുന്നുകളെ കഴിയും വിധം സഹായിക്കാൻ പൊതുജനങ്ങളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുകയെന്ന് ദുബായ് കെയേഴ്സ് CEO താരിഖ് അൽ ഗുർഗ് പറഞ്ഞു. മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുള്ള UAE-ക്ക് ഇക്കാര്യത്തിൽ ഒരുപാട് സഹായിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 5.7 കോടിയിലേറെ കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം പോലും കിട്ടുന്നില്ലെന്നാണ് റിപ്പോർട്ട്. 49% കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ എത്താൻ കഴിയുന്നില്ല. 25% പേർക്ക് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു. 25 കോടിയിലേറെ കുട്ടികൾ വിദ്യാലയങ്ങളിൽ എത്തുന്നുണ്ടെങ്കിലും പല കാരണങ്ങളാലും പഠിക്കുന്നില്ല. ഇവരെ സഹായിക്കുക മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര മാറ്റത്തിനാണ് ദുബായ് കെയേഴ്സ് ലക്ഷ്യമിടുന്നത്. വാട്ട് ഇഫ് എന്ന് പേരിട്ട പദ്ധതിയിൽ ഓരോരുത്തർക്കും പങ്കാളിയാകാനും അവസരമുണ്ട്. ഇത്തിസാലാത്ത് ഫോൺ വഴിയും മറ്റും 5 ദിർഹം മുതൽ എത്രയും ഇതിലേക്ക് സംഭാവനയായി നൽകാം. മീഡിയ വൺ, ദുബായ്. ഇനി വ്രതവിശുദ്ധിയുടെ നാളുകൾ. സംസ്ഥാനത്ത് റമളാൻ വ്രതം നാളെ ആരംഭിക്കും. പൊന്നാനിയിലും പരപ്പനങ്ങാടിയിലും മാസപ്പിറവി കണ്ടതായി സ്ഥിരീകരിച്ചു. കോഴിക്കോട് വലിയ ഖാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, ജമലുല്ലൈലിയും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും കാന്തപുരം KP അബൂബക്കർ മുസ്ലിയാരും റമളാൻ 1 നാളെ തുടങ്ങുമെന്ന് അറിയിച്ചു. ഗൾഫ് നാടുകളിലും നാളെയാണ് വ്രതം ആരംഭിക്കുക. റമളാനെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്.
വ്രതമനുഷ്ഠിച്ചും സുഖസൗകര്യങ്ങളിൽ നിന്നകന്നു നിന്നും ഹൃദയവിശുദ്ധി വരുത്താനുള്ള 30 ദിനങ്ങളാണ് റമലാൻ. ഇസ്ലാമിക വിശ്വാസത്തിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് റമലാൻ വ്രതം. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم വേദഗ്രന്ഥമായ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. അറിഞ്ഞും അറിയാതെയും സംഭവിക്കുന്ന പാപങ്ങളിൽ നിന്ന് മുക്തി നേടാനും ജീവിതം വിമലീകരിക്കാനും മനുഷ്യർക്കായി ദൈവം നിശ്ചയിച്ച മാസം. പകൽ അന്നപാനീയങ്ങൾ വെടിഞ്ഞും രാത്രികളിൽ പ്രാർത്ഥനാ നിർഭരമായും വിശ്വാസികൾ ഈ മാസം കഴിച്ചുകൂട്ടുന്നു. ഈ മനസ്സാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മയിലേക്കും തിന്മയിലേക്കും ഒക്കെ നയിക്കുന്നത്. അപ്പോൾ അതിനെ സംസ്കരിച്ചെടുക്കാൻ ഈ അന്നപാനീയ വർജനങ്ങളെ കൊണ്ടും സൽക്രമങ്ങളെ കൊണ്ടും സാധ്യമാകും. അപ്പം മനസ്സുകൊണ്ട് അവൻ നന്മ ഉദ്ദേശിക്കുമ്പോഴാണ് അവൻ്റെ കണ്ണുകളെ കൊണ്ടും അവൻ്റെ നാവ് കൊണ്ടും കൈകളെ കൊണ്ടും കാലുകളെ കൊണ്ടും നന്മയിലേക്ക് നയിക്കാൻ സാധ്യമാകുന്നു. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. റമദാൻ രാത്രികളിലെ പ്രത്യേക നമസ്കാരമാണ് തറാവീഹ്. ഇഫ്താർ ചടങ്ങുകളും റമദാൻ ദിനങ്ങളിലെ പ്രത്യേകതയാണ്. നിർധനർക്കും അനാഥർക്കും ആശ്വാസമേകുന്ന ക്ഷേമപ്രവർത്തനങ്ങൾ വിശ്വാസികൾക്കിടയിൽ സജീവമാകുന്ന മാസം കൂടിയാണിത്. മറ്റൊരു നിർബന്ധ ബാധ്യതയായ സക്കാത്ത് നൽകാൻ ഭൂരിഭാഗം പേരും തെരഞ്ഞെടുക്കുന്ന മാസവും റമദാനാണ്. മീഡിയ 1 കോഴിക്കോട്. മനുഷ്യന് ദൈവം വരച്ചു കാണിച്ച വഴികളിൽ ഉറച്ചു നിൽക്കാനുള്ള ഇച്ഛാശക്തി റമലാൻ മാസത്തിൽ കാണിക്കണമെന്ന് ടി ആരിഫ് അലി പറഞ്ഞു. ഖുർആൻ വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയും ഖുർആനിനെ അനുധാവനം ചെയ്യാൻ തീരുമാനിച്ചും മുന്നോട്ടു പോകാനുള്ള അവസരമാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. മനുഷ്യന് വേണ്ടി ദൈവം വരച്ചു കാണിച്ച വഴി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുവാനുള്ള ഇച്ഛാശക്തി മനുഷ്യനുണ്ടാകേണ്ടതുണ്ട്. അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടും ഭോഗസുഖങ്ങൾ വേണ്ടെന്ന് വെച്ചുകൊണ്ടും മനുഷ്യൻ നോമ്പനുഷ്ഠിക്കുമ്പോൾ ഈ ഇച്ഛാശക്തിയാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് വന്നു ചേരുന്നത്. ദൈവത്തിന്റെ കൽപ്പനകൾ അക്ഷരം പ്രതി അനുസരിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്ന മാസമാണിതെന്ന് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. പരിശുദ്ധമായ റമദാൻ മാസം ആഗതമായിരിക്കുകയാണ്. എല്ലാവരും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ട് അള്ളാഹു കൽപ്പിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അത് അക്ഷരം പ്രതി നിർവഹിക്കുവാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വിളിച്ചോതുന്ന ഒരു പരിശുദ്ധമായ മാസമാണ് റമദാൻ മാസം. പുണ്യ റംലാനെ സ്വാഗതം ചെയ്തുകൊണ്ട് ആയിരക്കണക്കിന് വിശ്വാസികൾ UAE-യിലെ പള്ളികളിൽ ആദ്യരാത്രി നിസ്കാരത്തിൽ അണിചേർന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് പള്ളികളിൽ പ്രാർത്ഥനയ്ക്കെത്തിയത്. റമദാനിന്റെ ആദ്യരാവിൽ UAE-യിലെ എല്ലാ പള്ളികളിലും നൂറുകണക്കിന് പേരാണ് പ്രാർത്ഥനയ്ക്കെത്തിയത്. ഖുർആൻ പാരായണം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും പള്ളികൾ ഭക്തിസാന്ദ്രമായിരുന്നു. ആത്മീയ വിശുദ്ധി കൈവരിക്കാൻ ഓരോ വിശ്വാസിയും പ്രത്യേകം തയ്യാറെടുക്കുന്ന സന്ദർഭമാണ് റമദാൻ. വായിക്കുകയെന്ന മഹത്തായ സന്ദേശം ഉദ്ഘോഷിച്ചുകൊണ്ട് മനുഷ്യരാശിയെ മുഴുവനായും അഭിസംബോധന ചെയ്യുന്ന ഖുർആൻ അവതീർണമായ മാസം കൂടിയാണ് റമദാൻ. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠനവും പാരായണവും ചർച്ചകളും റമദാനിൽ ധാരാളമായാണ് നടക്കുക. UAE-യിലെ വിവിധ പള്ളികളിൽ വ്യത്യസ്ത സമയങ്ങളിലായി നിരവധി വിഷയങ്ങളിലുള്ള പഠന ക്ലാസുകളും നടക്കും. സ്ത്രീകൾ ഉൾപ്പെടെ കുടുംബം മുഴുവനായും രാത്രി നമസ്കാരങ്ങളിലും മറ്റും പങ്കെടുക്കുന്ന കാഴ്ചകളാണ് ഗൾഫിൽ കാണാൻ കഴിയുക. ഇത്തവണ ഗൾഫ് രാജ്യങ്ങളിൽ 15 മണിക്കൂറോളം വരെ റമദാനിലെ പകലുകൾക്ക് ദൈർഘ്യമുണ്ട്. വിശ്വാസം കൊണ്ട് അതിനെ അതിജീവിക്കുന്ന വിശ്വാസികൾ ദാനമുൾപ്പെടെയുള്ള നിരവധി പുണ്യപ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇസ്താംബൂളിലെ പ്രസിദ്ധമായ ബ്ലൂ മോസ്കിന് സമാനമായി ദുബായിൽ നിർമ്മിച്ച ഉമർ ബിൻ ഖത്താബ് പള്ളിയിൽ നിന്നും ക്യാമറാമാൻ യൂസുഫ് അലിക്കൊപ്പം ഹാരിസ് അരിക്കുളം, മീഡിയ 1. റമലാൻ പ്രമാണിച്ച് അമീർ ഷെയ്ഖ് സുബ അൽ ഹമദ് അൽ ജാബർ സ്വബാഹ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ള രാജ്യനിവാസികൾക്ക് ആശംസകൾ നേർന്നു. ഇത്തവണത്തെ റമലാൻ കൂടുതൽ നന്മകളും അനുഗ്രഹങ്ങളും നിറഞ്ഞതാവട്ടെ എന്ന് അമീർ ആശംസിച്ചു. റമലാൻ 1 മുതൽ കുവൈത്തിൽ പുത്തൻ പണം 6ാം പരമ്പരയിൽപ്പെട്ട ബാങ്ക് നോട്ടുകൾ നാളെ മുതൽ പ്രാബല്യത്തിലാകും. നിലവിലെ നോട്ടുകളും താൽക്കാലികമായി വിപണിയിൽ തുടരും. ഇന്ന് രാത്രി ATM കൗണ്ടറുകൾ പ്രവർത്തിക്കില്ലെന്ന വാർത്ത അധികൃതർ നിഷേധിച്ചു. കഴിഞ്ഞ മാസം പകുതിയോടെ 6ാം തലമുറ നോട്ടുകളുടെ പ്രകാശനം നിർവഹിക്കപ്പെട്ടിരുന്നെങ്കിലും നോട്ടുകൾ വിപണിയിലെത്തിയിരുന്നില്ല. ജൂൺ 29-ന് പുതിയ കറൻസി പ്രാബല്യത്തിലെത്തുമെന്ന് നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നു. റമദാൻ വ്രതാരംഭവും നാളെയാകയാൽ ജനങ്ങൾക്കുള്ള റമദാൻ സമ്മാനമായി മാറിയിരിക്കുകയാണ് കറൻസി പരിഷ്കരണം.
പുതിയ നോട്ടുകൾ ഇറങ്ങിയാലും ഔദ്യോഗികമായി വിപണിയിൽ നിന്ന് പിൻവലിക്കുന്നതുവരെ നിലവിൽ ഉപയോഗത്തിലുള്ള 5th എഡിഷൻ കറൻസികൾ ഉപയോഗിക്കാമെന്നാണ് സെൻട്രൽ ബാങ്ക് നിർദ്ദേശം. നിലവിലേതുപോലെ 1/4, അര, 1, 5, 10, 20 ദിനാർ നോട്ടുകൾ തന്നെയാണ് 6ാം പതിപ്പിലും പുറത്തിറക്കിയത്. പുതിയ നോട്ടിന്റെ ആദ്യ കൈമാറ്റം ധനമന്ത്രി അനസ് അൽ സ്വാലിഹ് അമീർ ഷെയ്ഖ് സബ അൽ അഹമ്മദ് അൽ സബാഹിന് നൽകി നിർവഹിച്ചു. അതേസമയം പുതിയ നോട്ടുകൾ നിരക്കുന്നതിനാൽ ഇന്ന് രാത്രി 2 മണിക്കൂർ നേരത്തേക്ക് രാജ്യത്തെ ATM മെഷീനുകളുടെ പ്രവർത്തനം നിർത്തിവെക്കുമെന്ന രീതിയിൽ പ്രചരിച്ച വാർത്തകൾ അധികൃതർ നിഷേധിച്ചു. കറൻസി പരിഷ്കരണം ATM മെഷീനുകളുടെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്ന് കുവൈറ്റ് ബാങ്കേഴ്സ് അസോസിയേഷനും വ്യക്തമാക്കിയിട്ടുണ്ട്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. മറ്റൊരു വാർത്തയിലേക്ക്. ഇറാഖിൽ ഐക്യ സർക്കാരിന് രൂപം നൽകാൻ ഒട്ടും വൈകരുതെന്ന് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ. ഐക്യ സർക്കാരിൽ പങ്കാളിത്തം വഹിക്കാൻ രാജ്യത്തെ സുന്നി വിഭാഗത്തെ പ്രേരിപ്പിക്കുമെന്നും ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ അറിയിച്ചു. സൗദിയിലെത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറിക്ക് മുമ്പാകെ ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി ഭരണാധികാരി അബ്ദുള്ള രാജാവാണ് ഉറപ്പ് നൽകിയത്. ഇറാഖിൽ ചില വിഭാഗങ്ങളെ രാഷ്ട്രീയ പ്രക്രിയയിൽ നിന്നും മാറ്റി നിർത്തിയ നൂരി അൽ മാലിക്കി സർക്കാരിന്റെ നയങ്ങളാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് ജോൺ കെറിക്ക് മുമ്പാകെ അബ്ദുള്ള രാജാവ് തുറന്നടിച്ചു. സുന്നികൾ ഉൾപ്പെടെ മുഴുവൻ ഇറാഖികളെയും ഉൾക്കൊള്ളുന്ന ഐക്യ സർക്കാർ വൈകുന്നത് ആഭ്യന്തര ശൈഥില്യം തുടരാൻ മാത്രമല്ല മേഖലയുടെ സുരക്ഷയ്ക്കും വൻ ഭീഷണി ഉയർത്തുമെന്ന് അബ്ദുള്ള രാജാവ് പറഞ്ഞു. നൂരി അൽ മാലിക്കിയെ മാറ്റി ശക്തമായ മറ്റൊരു നേതൃത്വത്തെ ഐക്യ സർക്കാർ ചുമതല ഏൽപ്പിക്കണമെന്നും ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ അറിയിച്ചതായാണ് റിപ്പോർട്ട്. ഇറാഖിന്റെ കാര്യത്തിൽ അടിയന്തര നടപടിയാണ് വേണ്ടതെന്ന വികാരമാണ് സൗദി പ്രകടിപ്പിച്ചതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാധ്യമപ്രവർത്തകരെ അറിയിച്ചു. ഇറാനുമായി ചേർന്ന് അമേരിക്ക വീണ്ടും ഇറാഖിൽ ഇടപെടുന്നതിനെതിരെ ഗൾഫ് രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഐക്യ സർക്കാരിന് ആദ്യ രൂപം നൽകുകയും തുടർന്ന് ആവശ്യമെങ്കിൽ ISIS വിമത പോരാളികൾക്കെതിരെ പരിമിതമായ തോതിലുള്ള സൈനിക നടപടിയും അമേരിക്ക മുന്നിൽ കാണുന്നത് ഈ ലക്ഷ്യമാണെങ്കിലും ബാഗ്ദാദിനു നേരെയുള്ള വിമത പോരാളികളുടെ മുന്നേറ്റം വലിയ ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇറാഖിൽ പുറമെ നിന്നുള്ള ഇടപെടൽ പാടില്ലെന്ന ഗൾഫ് രാജ്യങ്ങളുടെ ഉറച്ച നിലപാടാണ് ഐക്യ സർക്കാർ എന്ന ആശയവുമായി മുന്നോട്ടു പോകാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത്. MC നാസർ, മീഡിയ 1, ദുബായ്. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഇറാഖിൽ ശക്തമായി ഇടപെടാൻ അമേരിക്ക ഒരുങ്ങുന്നു. അമേരിക്കയുടെ ആളില്ലാ വിമാനങ്ങൾ ബഗ്ദാദിന് ചുറ്റും പറക്കാൻ തുടങ്ങിയതായി സൈന്യം അറിയിച്ചു. എംബസിയുടെ സുരക്ഷയ്ക്കായാണ് വിമാനങ്ങൾ അയച്ചതെന്നാണ് വിശദീകരണം. ബഗ്ദാദിന് 200 കിലോമീറ്റർ അകലെയുള്ള ബെയ്ജി എണ്ണ ശുദ്ധീകരണശാല വിമതരിൽ നിന്ന് സൈന്യം പിടിച്ചെടുത്തു. ബഗ്ദാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ആക്രമണമുണ്ടായാൽ പ്രതിരോധിക്കാനായാണ് ആളില്ലാ യുദ്ധവിമാനങ്ങൾ അയച്ചതെന്നാണ് സൈന്യം വിശദീകരിച്ചിരിക്കുന്നത്. വ്യോമാക്രമണത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ ഇതുവരെ ഉത്തരവിട്ടിട്ടില്ല. എന്നാൽ ഇറാഖി സൈന്യത്തെ പരിശീലിപ്പിക്കുന്നതിനും സഹായിക്കുന്നതിനും $50 കോടി പാക്കേജിന് US കോൺഗ്രസിന് സമ്മതം പ്രസിഡന്റ് തേടിയിട്ടുണ്ട്. സായുധ പോരാളികൾ നിയന്ത്രണം ഏറ്റെടുത്ത തിക്രിത് പട്ടണം തിരിച്ചുപിടിക്കാൻ ഇറാഖിൽ സൈന്യം ഏറ്റുമുട്ടൽ തുടരുകയാണ്. തിക്രിത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇറാഖി സൈനിക ഹെലികോപ്റ്റർ വെടിവെപ്പ് നടത്തി. സൈനിക ഹെലികോപ്റ്റർ വിമതർ വെടിവെച്ച് വീഴ്ത്തിയതായും റിപ്പോർട്ടുണ്ട്. 3 സൈനിക ഹെലികോപ്റ്ററുകൾ എത്തിയതോടെയാണ് സർവകലാശാലയിലും സ്പോർട്സ് കോളേജിലും അക്രമം രൂക്ഷമായതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ സൈന്യം അകാരണമായി ആക്രമണം നടത്തുന്നതായി പ്രദേശവാസികൾ ആരോപിച്ചു. വീടുകൾക്ക് നേരെ ബോംബ് എറിഞ്ഞതായും 2 സ്ഥലങ്ങളിൽ സ്ഫോടനം നടന്നതായും പ്രദേശവാസികൾ പറഞ്ഞു. ബഗ്ദാദിന് സമീപത്തെ കിഴക്കൻ ദിയാല വിമതർ കീഴടക്കിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. നൂരി അൽ മാലിക്കിയുടെ രാജിക്കായി അതിനിടെ സമ്മർദ്ദം തുടരുകയാണ്. ജൂലൈ 1 മുമ്പ് ഇറാഖിൽ ഭരണമാറ്റം വേണമെന്നാണ് ഷിയ നേതാവ് ആയത്തുള്ള അലി അൽ സിസ്താനിയുടെ നിലപാട്. എന്നാൽ ഭരണമാറ്റം സാധ്യമല്ലെന്ന നിലപാടിലാണ് പ്രധാനമന്ത്രി നൂരി അൽ മാലിക്കി. സർക്കാർ വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഉടൻ പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുമെന്ന് നൂരി അൽ മാലിക്കി പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ചയാണ് പാർലമെന്റ് സമ്മേളനം ചേരുക. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഇറാഖിൽ സുരക്ഷാ ഭീഷണിയില്ലെന്ന് മലയാളി നഴ്സുമാർ അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. ഇറാഖിൽ ഇന്ത്യക്കാരെ സഹായിക്കാൻ 3 ക്യാമ്പുകൾ തുറന്നതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് സയ്യിദ് അക്ബറുദ്ദീൻ പറഞ്ഞു. ഇറാഖിലുള്ള 44 മലയാളി നഴ്സുമാരുമായി വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധി സംസാരിച്ചുവെന്ന് മന്ത്രാലയ വക്താവ് സയ്യിദ് അക്ബറുദ്ദീൻ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലവിൽ സുരക്ഷാ ഭീഷണിയില്ലെന്ന് അവർ അറിയിച്ചുവെന്നും സയ്യിദ് അക്ബറുദ്ദീൻ വ്യക്തമാക്കി. It's very easy to make allegations, very difficult to work on the ground. We have demonstrated that we are on the ground. We have added additional people on the ground. ഇന്ത്യക്കാരെ സഹായിക്കുന്നതിനായി 3 ക്യാമ്പുകൾ ഇറാഖിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇറാഖിലുള്ള ഇന്ത്യക്കാർക്ക് ഈ ക്യാമ്പുകളുമായി ബന്ധപ്പെടാമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. അവിടുത്തെ ഇന്ത്യക്കാരെ സഹായിക്കുന്നതിനായി നജഫിൽ 3 ഫോൺ നമ്പറുകളും വിദേശകാര്യ മന്ത്രാലയം തയ്യാറാക്കിയിട്ടുണ്ട്. മീഡിയ 1, ഡൽഹി.